എന്നാലും അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലയുടെ മദ്ഹബിന്റെ അസ്ലുകൾ അതിൽ പ്രമാണമായി സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു മുൻഗണനാക്രമം അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പറയേണ്ടത്. ഒന്ന്, അള്ളാഹിന്റെ കിതാബ് തന്നെ സംശയമില്ല. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രമാണം കിതാബുല്ലാ. അപ്പൊ ഏത് കാര്യം വന്നാലും ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ആദ്യമായി മടങ്ങുക അള്ളാഹിന്റെ കിതാബിലേക്കാണ്. അള്ളാഹിന്റെ കിതാബിലുണ്ടോ പിന്നെ ഇനി വേറെ ചോദിക്കാനും പറയാനൊന്നുമില്ല, അതപ്പടി സ്വീകരിക്കുന്നു. രണ്ടാമത് സുന്നത്തു റസൂലില്ല, സ്ഥിരപ്പെട്ട സുന്നത്തുകൾ, സ്വഹിയായ ഹദീസുകൾ. അതിൽ ചെറിയ ചെറിയ മേഖലകളിൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരും, ഇതിനുശേഷം പറയാം. അത് എല്ലാ ഹദീസിനെയും ഒരേ അർത്ഥത്തിലല്ല ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല കർമ്മശാസ്ത്ര മസ്അലകളിൽ അസ്ലായി പരിഗണിക്കാറുള്ളത്. അത് സ്വീകാര്യമാണ്, പക്ഷേ അതിൽ വന്നൊരു പ്രകാരമാണോ വിധി പറയുക എന്ന് ചോദിച്ചാൽ അതിൽ ചില പരിഗണന ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അഡീഷണലായി വെച്ചിട്ടുണ്ട്. നമുക്ക് പറയാം. ഒന്ന് കിതാബ്, രണ്ട് സുന്നത്ത്. മൂന്നാമത് അദ്ദേഹം പരിഗണിച്ചത് ഇജ്മാ ആണ്. ഖുർആനും സുന്നത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ഇജ്മാ ആണ്. അത് തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും ശൈലി. മൂന്നാമത്തത് ഇജ്മാ ആണ്. അപ്പൊ അന്നത്തെ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം അത് അസ്ലായി സ്വീകരിക്കാറുണ്ട്. നാലാമത് അദ്ദേഹം സ്വീകരിച്ചത് അഖ്വാലു സ്വഹാബ, സ്വഹാബിമാരുടെ ഖൗലുകൾ. ഖിയാസ് അല്ല നാലാമത്തത്. ഷാഫി മദ്ഹബിൽ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, പിന്നെയാണ് അല്ലത്തേക്ക് പോവുക. അബൂ ഹനീഫ ഇമാമിനെ സംബന്ധിച്ച് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, പിന്നെ ഖൗലു സ്വഹാബി അല്ലെ അഖ്വാലു സ്വഹാബ, സ്വഹാബിമാരുടെ ഖൗലുകൾ. കാരണം സ്വഹാബിമാരിൽ നിന്ന് അധികം കാലം കഴിഞ്ഞു പോയിട്ടില്ല. സ്വഹാബത്തിനെ കണ്ടവരാണ് അവിടെയൊക്കെ ജീവിക്കുന്നവർ. ആ സ്വഹാബത്തിന്റെ ഫത്വകൾ നാട്ടിലൊക്കെ വ്യാപകമായി ലഭ്യമാണ്. ആ സ്വഹാബിമാരുടെ ശേഷിപ്പുകൾ അദ്ദേഹം ജീവിച്ച ഇറാഖിലും കൂഫയിലും മക്കയിലും മദീനയിലും ഒക്കെ അന്ന് ധാരാളം ഉണ്ട് താനും. അപ്പൊ ആ സ്വഹാബിമാർ ഇങ്ങനെ ഫത്വ കൊടുത്തു എന്നറിയുന്നു. ഒരു വിഷയത്തിൽ ഖുർആൻ വിഷയമില്ല, പരാമർശമില്ല, ഹദീസിലില്ല, അക്കാര്യത്തിൽ ഇജ്മാഉമില്ല എങ്കിൽ ഖിയാസാക്കാൻ പോകണോ, അതോ ഒരു സ്വഹാബിയുടെ ഫത്വ ആ നാട്ടിൽ വ്യാപകമായി ഈ വിഷയത്തിൽ പ്രചരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്വഹാബിയുടെ ഫത്വ സ്വീകരിക്കുകയാണോ വേണ്ടത്, അതല്ല ഖിയാസാക്കുകയാണോ വേണ്ടത് എന്നതിൽ ഇമാം അബൂ ഹനീഫയുടെ വീക്ഷണപ്രകാരം അവിടെ സ്വഹാബിയുടെ ഖൗലിനാണ് അദ്ദേഹം മുൻഗണന നൽകിയിട്ടുള്ളത്. അതാണ് ഇതിൽ അദ്ദേഹത്തിന് ഒരു മദ്ഹബിൽ പ്രധാനപ്പെട്ട ഒരു വീക്ഷണ വ്യത്യാസം. അപ്പോൾ ഒരുപക്ഷെ മറ്റു മദ്ഹബുകാർ ഇങ്ങനത്തെ വിഷയത്തിൽ ഖിയാസിലേക്ക് പോകുമ്പോൾ അബൂ ഹനീഫ റഹിമഹുല്ല സ്വഹാബിമാരുടെ ഖൗലിലേക്കാണ് പോവുക. അത് നമുക്ക് പറയാൻ പറ്റില്ല, അതെല്ലാം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ഇതൊരുപാട് മസ്അലയിലേക്ക് പോകും. ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട ഏരിയയാണ്. നമ്മളത് ഇങ്ങനത്തെ വിഷയം പറയാൻ പോലും നമ്മൾ യോഗ്യരല്ല, പിന്നെ അല്ലേ നല്ലത് ഏതാ പറയാൻ പറ്റുക. അപ്പം അതൊക്കെ ഒരു ഉസൂലാണ്. അയിമ്പ് തൊട്ടെടുക്കാൻ മാത്രമൊന്നും നമ്മളാരും ആയിട്ടില്ല. ഇതൊക്കെ ഓലൊക്കെ എഴുതി വെച്ചത് നമ്മൾ വായിച്ചാണ് അതിങ്ങനെ ഒരു ചെറുമട്ടത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇപ്പം മുക്കില്ല രാജ്യത്ത് മുടിമുക്കിൽ രാജാവ് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അവസ്ഥ. അല്ലാതെ ഇപ്പോൾ ഇതൊന്നും അതിനെ രക്ത ചെയ്യാനും നിരൂപിക്കാൻ മാത്രമൊന്നും നമ്മോട്ട് ആയിട്ടില്ല, ആവുന്നൊട്ട് തോന്നണമില്ല. അപ്പം ഏതായിരുന്നാലും മൂന്നാമത്തേത് ഇജ്മാഅ്, നാലാമത്തേത് അഖ്വാലു സ്വഹാബ, സ്വഹാബത്തിന്റെ ഖൗലുകൾ. അതും കഴിഞ്ഞിട്ടാണ് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഖിയാസിലേക്ക് പോകാറുള്ളത്. ഖൗല് അവരുടെ വാക്കുകൾ ആ വിഷയത്തിൽ സ്വഹാബിയുടെ ഒരു അധ്യാപനം വന്നു ഈ കാര്യത്തിൽ. ഫത്വയായിരിക്കാം, അടി സ്വഹാബിമാർ ഒരു നിരീക്ഷണമായി പറഞ്ഞതായിരിക്കാം. അത് നബി ഉദ്ധരിച്ചതല്ല, നബി ഉദ്ധരിച്ച ഹദീസായല്ലോ. അതല്ല, ഒരു വിഷയത്തിൽ ഖുർആനോ ഹദീസോ ഇജ്മാഅോ ലഭ്യമല്ല, എന്നാൽ ആ വിഷയത്തിൽ ഇന്ന സ്വഹാബി ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് കിട്ടി എങ്കിൽ ആ സ്വഹാബി പറഞ്ഞതിനെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് മുന്തിക്കും. സ്വന്തം ഖിയാസിനേക്കാളേറെ അവരുടെ വാക്കിൽ അദ്ദേഹം മുൻതൂക്കം കൽപ്പിക്കുന്നു. അതിൽ ഏത് സ്വഹാബിയുടെ എടുക്കും, അതിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഏത് സ്വഹാബിയുടെ എടുക്കാം, ഏത് സ്വഹാബിൻ്റെതും മാറ്റി വെക്കാം. ചിലപ്പോൾ വിഷയത്തിൽ രണ്ട് സ്വഹാബിമാരിൽ നിന്ന് രണ്ടു തരം വീക്ഷണം വന്നിട്ടുണ്ടാവാം. ഒറ്റ വിഷയത്തിൽ ഒരു സ്വഹാബിയുടെ ഖൗല് ഒന്ന് കിട്ടി, മറ്റു സ്വഹാബിയുടെ ഖൗല് വേറൊന്ന് കിട്ടി എങ്കിൽ സ്വഹാബി എന്ന നിലയ്ക്ക് രണ്ടുപേരും ഒരേ നിലവാരക്കാരാണ്. സ്വഹാബി എന്ന പരിഗണനയിൽ രണ്ടുപേരും ഒരേ സ്ഥാനമാണ്. അപ്പൊ ഈ രണ്ട് സ്വഹാബിമാരിൽ ആരുടേതെടുക്കും? അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്വഹാബത്തിൽ സ്വീകരിക്കും, അദ്ദേഹം അല്ലാത്തത് മാറ്റിവെക്കും. അത് അവർക്ക് ഉള്ള ചില പിന്നെ മാറ്റിവെക്കാവുന്ന ചില ഉണ്ടാവും. അതായത് ഒരുപാട് മസ്അലകൾ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിവെക്കാനുള്ള ചില പ്രത്യേകമായ ചില ഒരു മൗഹിബത്ത്, ഒരു കഴിവ് അതുണ്ടായി വരും. അപ്പോൾ അതിൽ സ്ഥാനത്തിലൊക്കെ അവർ ചിലപ്പോൾ അവരുടെ മനസ്സ് ഏതിലേക്ക് ചായുന്നുവോ അതായിരിക്കാം ഒരു പക്ഷെ അവർ അതിൽ അസ്ലായി പറയുക ആയിരിക്കാം. അതാണ് പറയാൻ കഴിയില്ല. സ്വഹാബിയുടെ കൗലുമ്പോൾ ചിലപ്പോൾ സ്വഹാബിയുടെ ഇജ്തിഹാദായിരിക്കും, സ്വഹാബിയുടെ ഒരു ഇജ്തിഹാദ് അതായിരിക്കും. അപ്പോൾ ആ സ്വഹാബിന്റെ ഇജ്തിഹാദാണോ അബൂ ഹനീഫയുടെ ഇജ്തിഹാദാണോ
നല്ലത് എന്നൊരു അബൂ ഹനീഫയുടെ മറുപടി എന്താണ്? സ്വഹാബിൽ ഇജ്തിഹാദാണ് ഏറ്റവും നല്ലത്. അതുമില്ലെങ്കിൽ പിന്നെ അല്ലാത്തേക്ക് പോകാം എന്നതാണ്. എന്നാൽ അതിനെ ഒരു അടിസ്ഥാന ദലീലായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാലോ ഇല്ല. അല്ലാത്തൊരു ന്യായം അതാണ്. ഖുർആനും ഹദീസും ഇജ്മാഉം അടിസ്ഥാന ദലീലായി വേണമെങ്കിൽ സ്വീകരിക്കാം. എന്നാൽ ഒരു സ്വഹാബിയുടെ ഖൗലിനെ അതേപോലെ സ്വീകരിക്കാൻ നമ്മുടെ കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്വഹാബിയുടെ ഖൗൽ അപ്പടി ദലീലായി എടുക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദലീലല്ലാത്ത ഒന്നിനെ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദലീലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ സ്വീകരിക്കണം. ഖുർആൻ ദലീലാണ്, സുന്നത്ത് ദലീലാണ്, ഇജ്മാഉം ദലീലാണ്. എന്നാൽ സ്വഹാബിയുടെ വാക്ക് അങ്ങനെ നിരുപാധികം സ്വീകരിക്കുന്ന നിർബന്ധമായ തെളിവാണോ? അല്ല. ഒരു സ്വഹാബിന്റെ വാക്കുണ്ട് വിഷയത്തിൽ, ആ വാക്കുകൾ സ്വീകരിച്ചില്ല, അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കണമെന്ന് പറയാൻ നമുക്ക് ന്യായമില്ല. അവിടെയാണ് മറ്റു മദ്ഹബുകാർ ഖിയാസിന് 4-ാം സ്ഥാനം കൽപ്പിച്ചത്. ഇത് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് 4-ാം സ്ഥാനം സ്വഹാബിയുടെ ഖൗലിനാണ് നൽകിയത്. അതുമില്ലാത്തിടത്ത് അദ്ദേഹം ഖിയാസിലേക്ക് പോകുന്നു. 5-ാമതായിട്ട് അദ്ദേഹം ഖിയാസിലേക്കാണ് പോവുക. ഖൗലെടുക്കും, പക്ഷെ എടുക്കുക എന്നല്ല, ഖൗലെടുക്കും, പക്ഷെ ഖൗലിനെ ദലീലായി അവർ അസ്ലിയായിട്ട് അംഗീകരിക്കൂല. ഇപ്പൊ സ്വഹാബിന്റെ ഖൗലുമുണ്ട്, ഖിയാസുമുണ്ട്. എങ്കിൽ ഒരാൾ ഖിയാസ് എടുത്താൽ അത് പ്രശ്നമല്ല. അബൂ ഹനീഫയെ സംബന്ധിച്ച് സ്വഹാബിന്റെ ഖൗലും ഖിയാസും ഉണ്ടെങ്കിൽ എടുക്കേണ്ടത് സ്വഹാബിയുടെ ഖൗലാണ്. അപ്പൊ ഖിയാസിനല്ല അവിടെ പരിഗണന. എന്നാൽ മറ്റൊരു സംബന്ധിച്ച് അവിടെ എടുക്കേണ്ടത് ഖിയാസാണ്. ഇത് സ്വഹാബിന്റെ ഖൗലെടുത്തു തെറ്റാണോ? അല്ല, തെറ്റൊന്നുമല്ല. പക്ഷെ ഒരു മദ്ഹബിന്റെ ഒരു വൃത്തം വയ്ക്കുമ്പോൾ ഈ വൃത്തത്തിലാണ് അവർ ഹുക്കുമുകൾ പറയുക. അപ്പോൾ ഒരു വിഷയത്തിൽ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ ഒരു ഹുക്കുമുണ്ടാകും, അതേ വിഷയത്തിൽ ഷാഫി മദ്ഹബിൽ മറ്റൊരു ഹുക്കുമുണ്ടാവും. കാരണം അബൂ ഹനീഫ ഇമാമ ആ ഹുക്കുമ പറഞ്ഞത് ഒരു സ്വഹാബിയുടെ ഖൗലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും. ഷാഫി മദ്ഹബിൽ ആ വിഷയത്തിൽ ഹുക്കുമ വന്നത് ഖിയാസ് അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രണ്ട് നിലക്ക് വിധികൾ രണ്ട് മദ്ഹബിൽ വരും. അപ്പോൾ ഒരുപക്ഷെ രണ്ടും ശരിയായിരിക്കും. അതിലേതാ ശരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം പറയണമെങ്കിൽ ഒരേക്കാളും വലിയതാവണ്ടേ, അത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം പിന്നെ ഒരു പക്ഷെ രണ്ട് നിലപാടും ശരിയായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കാം. ചിലപ്പോൾ ശേഷം വന്ന ശിഷ്യന്മാർ വീണ്ടും അതിനെ പഠന വിധേയമാക്കും. അതിന് ഉദാഹരണം അള്ളാഹു അറിയില്ല, സദ്യയിൽ വന്നിട്ടില്ല. അപ്പം പിന്നെ അതേപോലെ ഇനി അതിനപ്പുറത്തേക്ക് സ്വഹാബത്തിലും കഴിഞ്ഞാൽ പിന്നെ ഇനി താബികളെ കൗലെടുക്കണോ? വേണ്ട. അബൂ ഹനീഫ റഹിമഹുള്ളാഹ് അത് എടുത്തിട്ടില്ല, അത് മറ്റുള്ളവരും എടുത്തിട്ടില്ല. കാരണം അവരൊക്കെ ഇജ്തിഹാദ് കൊണ്ട് പറഞ്ഞതാണ്. സ്വാഭാവികമായും അതേ ഇജ്തിഹാദിന് ഇവർക്കും വകുപ്പുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇമാം അബൂ ഹനീഫ തന്നെ പറഞ്ഞു. അവരിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഗവേഷണം ചെയ്തതുപോലെ നമുക്കും ഗവേഷണം ചെയ്യാം എന്നാണ് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഹനഫി മദ്ഹബിൻ്റെ ഒരു പിന്നെ മുൻഗണനാക്രമം. അതാണ് ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖൗലു സ്വഹാബ, ഖിയാസ്. 6-ാമത്തെ ഇസ്തിഹ്സാൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല. ഇസ്തിഹ്സാനിലേക്ക് ഇതൊന്നുമില്ലെങ്കിൽ, ഈ 5ഉമില്ല ഒരു കാര്യത്തിൽ, ഖുർആനിലില്ല, ഹദീസിലില്ല, ഇജ്മാഅ് കൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല, സ്വഹാബത്തെ അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല, ഖിയാസിനും അത് പ്രത്യേകിച്ച് വകുപ്പ് കാണുന്നില്ല. അങ്ങനത്തെ ഒരു മസ്അല വന്നു സങ്കല്പിക്കുക. അത്തരം മസ്അല വരുമ്പോൾ പിന്നെ ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒന്നിനെ ഒരു നന്മയുടെ വശം പരിഗണിച്ചുകൊണ്ട് അതിനെ ദീൻ അങ്ങനെ പഠിപ്പിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം ദീൻ എല്ലാ നന്മയെയും അംഗീകരിച്ചതും എല്ലാ തിന്മയെയും എതിർത്തതുമാണ് മതത്തിൻ്റെ അസുലി. അതുകൊണ്ട് ഒരു സംഗതി ഹസനാണ് എന്ന് സ്ഥിരപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പരിഗണിച്ചുകൊണ്ട് അതിന് വിധി പറയുക എന്നതാണ്. ഇസ്തിഹ്സാൻ അബൂ ഹനീഫ മദ്ഹബിൽ ഒരു ദലീലായി പരിഗണിച്ചു പോന്നിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഇസ്തിഹ്സാനെ കണിശമായി എതിർത്തിട്ടുമുണ്ട്. ഇമാം ഷാഫി പറഞ്ഞത് ഒമൻ ഇസ്തഹ്സന ഫഖദ് ശറഅ എന്നാണ്. ഇസ്തിഹ്സാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ ശരീഅത്തുണ്ടാക്കിയവനാകുന്നു. അല്ലാഹ് പറയാത്ത നിയമത്തെ ഓൻ്റെ വക അത് നല്ലതാണ് അഭിപ്രായപ്പെട്ടുകൊണ്ട് ശരീഅത്തിൽ നിയമം കൊണ്ടുവരാൻ അധികാരമില്ല എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആ വിഷയത്തെ പറ്റി പരാമർശിച്ചത്. എന്നാൽ ചില വിഷയത്തിൽ ഇസ്തിഹ്സാൻ ഷാഫി മദ്ഹബുകൾ അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ ഇസ്തിഹ്സാൻ ദലീലായി കൊണ്ടുവന്നതിനെയാണ് അവർ എതിർത്തത്. ഇസ്തിഹ്സാൻ എന്നൊരു പുതിയ ദലീൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാര്യമില്ല. അതൊക്കെ ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നതിൽ അതൊക്കെ പെട്ടിട്ടുണ്ട്. ഞാൻ അതിനെ വേറെ ഒരു എണ്ണമായി പറയേണ്ടതില്ല എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞതിൻ്റെ പിന്നെ ഉദ്ദേശം എന്നാണ് പിൽക്കാലക്കാർ അതിനെ വിശദീകരണമായി നൽകി കാണുന്നത്. വല്ലാഹു അഅലം. ഏതായിരുന്നാലും ഈ മുൻഗണനാ ക്രമത്തിലാണ് ഹനഫി മദ്ഹബിൽ ഒരു ഹുക്മ് സ്ഥിരപ്പെട്ടു വരാറുള്ളത്.